ഹലോ, 2 ദിവസമായല്ലേ വീഡിയോസൊക്കെ എടുത്തിട്ട്. അതിന് 2 പ്രധാന കാരണമുണ്ട് കേട്ടോ. ഒന്നാമതായിട്ട് എനിക്ക് സുഖമില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. രണ്ടാമതായിട്ട് ഇവിടെ അടുത്ത ക്ഷേത്രത്തിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു തന്നെ, അതിൻ്റെ ഒരു ശബ്ദമുണ്ട്. അതുകൊണ്ട് എനിക്ക് റെക്കോർഡിങ്ങിനും അത് കുറച്ച് തടസ്സമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അത് ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നാടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണ്. കടത്തിലെത്തിയ ശേഷമാണ് വിചാരിച്ചത് നമുക്ക് വീഡിയോ എടുക്കണമല്ലോ എന്ന് കരുതി ഞാൻ തിരിച്ചു പോയിട്ട് ഒന്നിൽ വന്ന ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇവിടെ കടത്തുവെള്ളം അവിടെ നിൽപ്പുണ്ട്. കടത്തുവെള്ളം നിൽക്കുന്ന സമയത്ത് തന്നെ ഇത് യാത്രാ ബോട്ടാണ് കേട്ടോ, ഇവിടുത്തെ ആലപ്പുഴയിലത്തെ. അതിങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നു എന്ന് പറയണേ. നമ്മൾ നേരെ കടത്തുവെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് കയറാനും കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വള്ളത്തിൽ കയറിയ ശേഷം കുറച്ച് ആൾക്കാർ വരുന്നതുകൊണ്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അച്ഛനും മോനും ബോട്ട് വരുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഈ ആലപ്പുഴത്തേക്ക് പോകുന്ന ബോട്ടാണ് ഇത്. അതിലും കുറച്ച് ആൾക്കാരൊക്കെ കൂടുതലായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വള്ളം എടുക്കാനും ആൾക്കാർ കയറുന്നതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം വള്ളം എടുത്ത് നേരെ അക്കരെ പോയിട്ടോ. അക്കരയിലോട്ട് പോകുന്ന കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, മോൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട്. അതിന് നേരെ നമ്മൾ ഓട്ടോ പിടിച്ച് ജില്ലാശുപത്രിയിൽ പോയിട്ടോ. ജില്ലാശുപത്രിയിലത്തെ വീഡിയോ എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അതുകൊണ്ട് അവിടുത്തെ വീഡിയോസും എനിക്ക് അധികം എടുക്കാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം ഞങ്ങളൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ. അവന് ഈ കാറ് വേണമെന്ന് പറഞ്ഞേ. ഈ കാറിന് ഒന്നിന് 20 രൂപ വെച്ച് ഈ ഒരു സെറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അവനപ്പോൾ സന്തോഷമായി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സാധനങ്ങളും കൂടെ ഈ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നേ. ഏട്ടായിക്ക് ബെൽറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ബെൽറ്റ് ഞങ്ങൾ നോക്കിയായിരുന്നു കേട്ടോ. ഏട്ടായിക്ക് ഇവിടെ നിന്ന് ഒരു ബ്ലാക്ക് ബെൽറ്റാണ് കേട്ടോ സെലക്ട് ചെയ്തത്. യാദുവിന് അടുത്ത് എന്ത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് നോക്കി നടക്കുക കേട്ടോ. ഈ കടയിൽ ഞങ്ങൾ കൂടുതലായിട്ടും ചെരുപ്പ് വാങ്ങാനായിട്ടാണ് കയറിയിട്ടുള്ളത് കേട്ടോ. ചെരുപ്പ് മാത്രമല്ല കേട്ടോ, നല്ല സൂപ്പർ ബാഗുകളും ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള ജെൻസിനും ലേഡീസിനും ഉള്ള ചെരുപ്പുകളെക്കാട്ടും കൂടുതലായിട്ട് കിഡ്സിന് നല്ല ചെരുപ്പ് ഇവിടെ നിന്നുണ്ട് കേട്ടോ. യാതൊരു സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിൽ പല നിറത്തിൽ പല വലുപ്പത്തിലുള്ള കുട്ടികളുടെ ചെരുപ്പ് ഇപ്പം തന്നെ ഈ വീഡിയോയിൽ കാണുന്നില്ല. നല്ല രസമല്ലേ ഈ ചെരുപ്പുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ നേരെ ബിസ്മി സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. അവിടെ നിന്നും ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് അതിനുശേഷം നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള കടത്ത് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഒരു 7 മണിയൊക്കെയായി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക്. കടത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിലും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ കടത്തിൽ കയറി കേട്ടോ. ഏട്ടായിയാണ് വള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇതുവഴി വള്ളത്തിൽ പോകാൻ നല്ല രസമാട്ടോ. നല്ല തണുപ്പും അപ്പുറം ഇപ്പുറം നല്ല ഇരുട്ട്, ഹൗസ് ബോട്ടുകളുടെ വെട്ടം എല്ലാം കൂടെ നല്ല സീനറിയാണ്. നിങ്ങൾ ഈ സമയത്ത് യാത്ര ചെയ്തവർക്ക് അതിൻ്റെ ഫീലിംഗ് അറിയാൻ പറ്റും. ചില ഹൗസ് ബോട്ടിലെല്ലാം ഗസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ സമയത്തുള്ള ഒരു യാത്രാ ബോട്ടാണ് അവിടെ നിന്ന് വരുന്നത്. ഈ ബോട്ട് വരുന്ന സമയത്തെ ഈ വള്ളത്തിൽ പോകുമ്പോഴത്തേക്ക് ഈ ഓളം വെട്ടലുണ്ട്. ആ ഓളം വെട്ടൽ സമയത്ത് വള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒലയും കേട്ടോ. ആ സമയം നമ്മൾ സൂക്ഷിച്ച് പിടിച്ചിരിക്കണം. നമ്മൾ നേരെ ഇപ്പം നമ്മുടെ കടത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെയുള്ളൂ കേട്ടോ നടക്കാനായിട്ട്. യാദൂസ് നല്ല ചിരിച്ച് സന്തോഷത്തിലായിട്ടോ പോകുന്നത്. കാരണം അവന് വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ലോങ് വീഡിയോ. ഇത്ര നേരം കണ്ടുനിന്ന് എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.